ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലാംഗ്വേജ് ചലഞ്ചാണ്. അപ്പോൾ ഇവിടെ ആകെപ്പാടെ ഉള്ളതെന്ന് പറഞ്ഞാൽ കോട്ടയംകാരുണ്ട്, ഇവിടെ ഒരു പുറകിൽ നമ്മുടെ ഒരു ആലപ്പുഴക്കാരൻ ഇരിപ്പുണ്ട്, ഇവിടെ എറണാകുളംകാരി ഇരിപ്പുണ്ട്, അത് കോട്ടയംകാരിയാണ്. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണും. പിന്നെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയുന്നില്ല. സോ എന്നെയാണ് പറയുന്നത് കപ്പങ്ങ. കപ്പങ്ങ കപ്പളങ്ങ. അപ്പോൾ അവൻ്റെ നാട്ടിൽ പറയുന്നത് സോറി, അവര് മുഖം റിവീൽ ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ഒരാളാണ്. സ്പൂൺ അതിന് ഞങ്ങൾ തവി എന്നാണ് പറയുന്നത്. കൈലി. അയ്യോ സോറി കൈലി ഞാൻ അതിന് പറയൂ. കരണ്ടിയോ? അല്ല, ആലപ്പുഴയിൽ തവി തന്നെയാണ് അതിന് പറയുന്നത്. അപ്പോൾ തവീന്ന പറയുന്നല്ലോ. ഓക്കെ, ഇത് നെക്സ്റ്റ് വണ്ണെന്ന് പറയുന്നത് ടാമറേജ് ആണ്. ഇതിന് ഞങ്ങൾ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വൺ ടാമറേജ് ആണ്. ഇതിന് ഞങ്ങൾ പിഴിപുളി എന്നാണ് പറയുന്നത്. ചില ആൾക്കാർ അതിന് പലതും പറയുന്നത്. കോട്ടയത്ത് തന്നെ പല ആൾക്കാർ, ചില ആൾക്കാർ സാമ്പാർപുളി എന്ന് പറയുന്നത്, വളപുളി എന്ന് പറയും, കുളമ്പുളി എന്ന് പറയും. കറക്റ്റ് പേരില്ല. നിങ്ങൾക്ക് ഇതിന്റെ പേര് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തേ. എറണാകുളത്ത് തന്നെ പറയുന്നത് അപ്പം ആലപ്പുഴക്കാർ പിഴിപുളി തന്നെയാണ് പറയുന്നത്. പിന്നെ ഇതാണ്, ഇതിന് നമ്മൾ എന്താ പറയുന്നത്? നീ എന്താ പറയുന്നത്? കേട്ടല്ലോ, ബംബിൾസ് നരങ്ങും. ഓക്കെ, ആലപ്പുഴക്കാര് അല്ലി നരങ്ങും. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിന് ഞങ്ങൾ പറയുന്നത് ചുക്കിരി വരാനാണ്. നമ്മുടെ വീടിന്റെ കോണറിലൊക്കെ കാണാൻ സ്ഥലം. എന്താണ് അലീന പറയുന്നത്? കാണുന്നില്ല പിന്നെ ഒരു മാറാല എന്നാണ് ഗൈസ് പറയുന്നത്. മാറാല. നീ എന്നെ ഇതിന് പറയുന്നത്? ചുക്കിരി. അപ്പൊ നമ്മൾ ക്യാറ്റിന് ഇതിനൊക്കെ മെഴുക്കുരുത്തി എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്നാ പറയുന്നത്? നീ എന്നാ പറയുന്നത്? ഓക്കെ, നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് ഞങ്ങൾ ഏത്തക്കാപ്പം എന്നാണ് പറയുന്നത്. ഇവര് പഴംപൊരി. നീ എന്നാ പറയുന്നത്? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫുഡാണ്. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഇതാണ് സാധനം. ഇതിന് നമ്മൾ എന്താ ജിസ്മി പറയുന്നത്? ചക്കയാണ്. ഇവള് പറയുന്നത് ചക്കയാണ്. ഓക്കെ, കോട്ടയത്ത് കുമ്പളപ്പം, എറണാകുളത്ത് ചക്കയട, ആലപ്പുഴയിൽ അതെ, വെറൈറ്റി പേരാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ നമ്മുടെ ബ്ലോഗ്